UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ഡി സതീശന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സബർമതി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലാജാഥ നടത്തി. കലാജാഥ DCC സെക്രട്ടറി ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ 12 വേദികളിൽ കള്ളനും കപ്പിത്താനും എന്ന നാടകം അവതരിപ്പിച്ചു. സബർമതി കലാ സാംസ്കാരിക സമിതി ചെയർമാൻ അനു വട്ടത്തറ, നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ്, സംവിധായകൻ പ്രദീപ് പയ്യന്നൂർ, സബർമതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെടാമംഗലം ഗോപാലകൃഷ്ണൻ, സന്തോഷ് പറവൂർ, ലിൻസ് ആന്റണി, വിനോദ് നെല്ലിപ്പിള്ളി, മണ്ഡലം പ്രസിഡന്റുമാരായ സുദർശൻ, മധു, ജമാൽ, രാജേഷ്, സുനിൽ, അനിൽ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആ പദ്ധതിയിലൂടെ കേരളത്തിലെ വീടുകളിൽ സാമ്പത്തികത്തിന്റെ സഹായം എത്തുന്നു. അതുപോലെ നമുക്കറിയാം, പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നു. പിന്നെ ഏറ്റവും വലിയ ജനകീയ പദ്ധതി എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു ക്ഷീര കർഷകനാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എനിക്ക് ഒരു നല്ലൊരു മതിലുകൾ വർഗീയ പ്രീണനത്തിന്റെ ബുൾഡോസറുകൾ വെച്ചിടിച്ചു നിരത്തി കപട സംഗമങ്ങളുടെ സംഘാടകരാകുന്ന അധികാരിവർഗത്തിന്റെ കറുത്ത മുഖം ഈ നാടകത്തിലൂടെ ഞങ്ങൾ തുറന്നു കാട്ടുന്നു. പതിറ്റാണ്ടുകളായി തുടരുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ വികൃത മുഖം ഞങ്ങൾ ഈ നാടകത്തിലൂടെ വലിച്ചു കീറുന്നു. വിലക്കയറ്റവും നികുതി വർധനവും കേരളത്തിലെ സാധാരണ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് ഞെരിച്ചമർത്തുമ്പോൾ ഭരണസിരാകേന്ദ്രങ്ങളിലുള്ളവർ അമ്പലങ്ങളിലെ പൊന്നൊഴുക്കി പങ്കിട്ടെടുക്കാനുള്ള തിരക്കിലാണ്. അതിദാരിദ്ര്യത്തിന്റെ കടൽക്ഷോഭങ്ങളിൽപ്പെട്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ആടിയുലയുമ്പോൾ ലജ്ജാലേശമില്ലാതെ എന്നിട്ടും ഇവർ വിളിച്ചു പറയുന്നു, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ടെന്ന്. പ്രിയ പ്രേക്ഷകരെ, ഈ നാടകം കാണുക. നിങ്ങളുടെ മനസ്സാക്ഷികളുടെ കോടതികളിൽ ഇവരെ വിചാരണ ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. കള്ളനും കപ്പിത്താനും. ആവിഷ്കാരം പ്രദീപ് പയ്യന്നൂർ. ക്ഷമിക്കണം, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പാർട്ടി ഓഫീസിൽ രക്തസാക്ഷി ഫണ്ടിന്റെ രസീത് കുറ്റി തിരിയുന്ന തിരക്കിലാണ്. ഇത് വലിയ തൊന്തരമായല്ലോ. ഹലോ, കോട്ടപ്പള്ളി അല്ലേ? എന്തിന് മനസ്സിലായില്ലെന്നാ? ഞാൻ വഴുതക്കാട് ചായക്കട നടത്തുന്ന ഉത്തമൻ. ഇത് കോട്ടപ്പള്ളി അല്ലേ? കണ്ണൂരിലെ കോട്ടപ്പള്ളി തന്നെ അല്ലേന്ന്? എന്തിനപ്പി നിങ്ങൾ ഇത് കാണിക്കണത്? ഇവിടെ ചായകൾ കൊടുക്കുമ്പോ കൊടുക്കാനായിട്ട് കടികളില്ല. ഞാൻ ഓർഡർ ചെയ്തേക്കണത് 4 കൊട്ട അപ്പം, കാലത്ത് 7 മണിക്ക് 2 കൊട്ട അപ്പങ്ങളും തന്നെ ചെല്ലി നിങ്ങൾ കണ്ണൂർക്ക് പോയത്. സമയങ്ങൾ ഇപ്പൊ 7:40 കഴിഞ്ഞു. ബാക്കി 2 കൊട്ട അപ്പങ്ങൾ എവിടെ? ചുമ്മാ ആളുകളിട്ട് മണ്ടങ്ങൂണാപ്പനാക്കരുത്. കണ്ണൂരിന്ന് പപ്പനാവന്റെ മണ്ണിലേക്ക് വണ്ടികൾ ഓടിയെത്താനുള്ള ടൈമുകൾ കേവലം 20 മിനിറ്റ്. എന്റെ മുടിപ്പര അമ്മച്ചി പറഞ്ഞു നാക്കകത്ത് കിട്ടില്ല. ദേവരന് 2 കൊട്ട അപ്പോ. മണ്ണിൽ നിന്നുയർന്നു വന്ന പടുമരം, ചോര വീണ മണ്ണിൽ നിന്നു പൊങ്ങി വന്ന പണമരം. നോക്കുവിൻ സഖാക്കളെ, ഇല കൊഴിഞ്ഞൊരീ മരം, ഇനി ഇരത്ര കാലമെന്നു കണ്ടു തന്നെ അറിയണം. എന്റെ മുടിപ്പറ അമ്മച്ചി, ഇതൊന്നൊരു അത്ഭുതങ്ങള്. സമയങ്ങൾ ഇപ്പൊ 7:50. ഫുൾ സലാം കോട്ടപ്പള്ളി, ഫുൾ സലാം. അരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് മുതലാളിത്ത ചിന്താസരണികളുടെയും നമുക്ക് വേറെ ആശുപത്രിയിൽ പോവാം. ഞാനൊരു പാലക്കാടുകാരിയാണ്. 9 വയസ്സുള്ള മോളുണ്ട് എനിക്ക്. നന്നായിട്ട് പഠിക്കും.
നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഈയിടെ എന്റെ മോള് കളിക്കുമ്പോ വീണ് കൈയൊടിഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ ദിവസം കഴിയുന്തോറും എന്റെ മുഖം വേദന കൂടിക്കൂടി വന്നു. അവള് കിടന്ന് പൊളയാൻ തുടങ്ങി. വീണ്ടും ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ അഴിച്ചപ്പോ എന്റെ കുട്ടിയുടെ കൈ ചീഞ്ഞു പോയതുപോലെ. അണുബാധയാണ് പോലും. എന്റെ പൊന്നുമോളുടെ കൈ മുറിക്കാതെ പറ്റില്ലെന്ന്. വേറെ ഗതിയില്ലല്ലോ, സമ്മതിച്ചു. എല്ലാം കഴിഞ്ഞ് എന്റെ മുഖം ബോധം വന്നപ്പോ അവൾ ആ കൈയിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു, എന്റെ കൈ എവിടെയമ്മേന്ന്. ഞാൻ ചിത്രം വരയ്ക്കുന്ന എന്റെ കൈ എവിടെയമ്മേന്ന്. ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. അളിഞ്ഞഴുകി കെട്ടുനാറിയ സിസ്റ്റം. അല്പം മുമ്പ് ശരിയായ ചികിത്സ കിട്ടാതെ ഇറങ്ങിപ്പോയ ആ ചെറുപ്പക്കാരൻ മരിച്ചു. ഈ നിറകെട്ട ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ മറ്റൊരു കുടുംബം കൂടി അനാഥമായിരിക്കുന്നു. പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാതെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്ന ഹതഭാഗ്യനായ ആ ചെറുപ്പക്കാരൻ കൂടി മരിച്ചു. വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. 19 അകമ്പടി വാഹനങ്ങൾ, ആഡംബര ജീവിതം, അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടാ. ഇല്ല, ഈ കസേര ഞാൻ വിട്ടുകൊടുക്കില്ല. കടക്ക് പുറത്ത്. What hell are you talking, Mr. Mardai Bardan? आप क्या बकवास बात कर रहे हैं? അപ്പോ ഹിന്ദി മാലൂം നഹി. Aren't you ashamed to say this? Are you chief minister? क्या मुख्यमंत्री है? चांबूर्ന ചാച്ചരത. ക്ഷമിക്കണം ഭായ്, ഞങ്ങളുടെ കൂട്ടത്തില് PhD എടുത്തവർക്ക് പോലും നേരാവണ്ണം മലയാളം പോലും വായിക്കാൻ അറിയില്ല കേട്ടാ. പിന്നെ നിങ്ങള് അധികം ഒന്നും വേണ്ട. നിങ്ങളും 8ാം ക്ലാസ്സും പുസ്തകമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. क्या? അല്ല, എന്റെ നാട്ടുകാര് സമ്പൂർണ്ണ സാക്ഷരതയും അറിവുള്ളവരാണെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കുക. Stop it! We want Kerala. हमें केरल की जरूरत है. മാറാത്തതും മാറണം. അത് മാറ്റുന്നുണ്ട് മുതലാളി കേട്ടാ. What? മുതലാളി? ഓ സോറി കേട്ടാ. 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ്.